നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയിൽ ആരെങ്കിലും ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റായിട്ട് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളൊരു മികച്ച ഒരു ട്രേഡർ തന്നെയാണ്. കാരണം ഇത് വിക്സിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഒരു സിംഗിൾ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ 200 പോയിൻറ്റിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി. കുറച്ച് സമയത്തിന് ശേഷം അതേ 5 മിനിറ്റിലുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ ഏകദേശം ഒരു 190 പോയിൻറ്റിൻ്റെ അടുത്ത് ഫോളും ഉണ്ടാക്കിയിട്ടുണ്ട്. സിംഗിൾ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ഒരു സിംഗിൾ ക്യാൻഡിലാണ് ഒരേ ക്യാൻഡിൽ തന്നെ ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു അപ്പും കുറച്ച് സമയങ്ങൾക്ക് ശേഷം 200 പോയിൻറ്റിൻ്റെ ഒരു ഡൗണും ഉണ്ടാക്കി. ഇന്ന് വളരെ പാനിക് സിറ്റുവേഷനാണ് എസ്പെഷ്യലി ഫിനാൻഷ്യൽ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിക്സിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ ചാഞ്ചാട്ട സാധ്യതകൾ കാണിച്ചു തരുന്ന വിക്സിൽ ഇന്ന് യാതൊരു പ്രത്യേകതകളും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നിഫ്റ്റിയിൽ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തുവെങ്കിൽ മികച്ചൊരു ട്രേഡർ തന്നെയാണ്. ഇതുപോലെയുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി ഇലക്ഷൻ വരെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കണ്ടേക്കാം. ഇനി മേ ബി വേറെ ദിവസമായിരിക്കാം വിക്സ് 13-ൽ നിന്ന് 18-ലേക്ക് പോകുന്ന ഒരു ദിവസം. അന്ന് രണ്ട് സൈഡും ലോസ് ഉണ്ടാവും. അപ്പോൾ വളരെ കെയർഫുൾ ആവുക. ഇനി ഇലക്ഷൻ വരെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. കാണാം അതേ ക്യാൻഡിൽ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതുപോലെ തന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കാണാം. 20,650 ഇന്ന് ലോ ഫിനാൻഷ്യൽ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തു. 21,053 നിന്നാണ് ഫോൾ ആയിട്ടുള്ളത്. ട്രേഡിംഗ് റേഞ്ച് ഏകദേശം ഒരു 400 പോയിൻ്റ് അടുത്ത് ട്രേഡിംഗ് റേഞ്ച് ഫിനാൻഷ്യൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 3 പോയിൻറ്റ് ഫ്ലാറ്റാണ്. സെൻസെക്സ് 165 പോയിൻറ്റ് പോസിറ്റീവ്, ബാങ്ക് നിഫ്റ്റി 45 പോയിൻറ്റിന് നെഗറ്റീവായി ക്ലോസ് ചെയ്തു. NSEയിൽ 300 കമ്പനീസും ഇതിൽ കൂടുതൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഏകദേശം ഒരു 1948 കമ്പനി ഇന്ന് റെഡിൽ തന്നെയാണ് അടച്ചിട്ടുള്ളത്. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് HDFC ബാങ്കാണ്, 2.5%. IT കമ്പനിയായിട്ടുള്ള TCS, L&T മൈൻട്രി IT കമ്പനി, മാരുതി, ഇൻഫോസിസ് മറ്റൊരു IT കമ്പനി 0.7 മുതൽ 2.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ അദാനി എൻ്റർപ്രൈസസ്, സിപ്ല ഗ്രാസിം, അദാനി പോർട്ട്, SPE തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 2.5% മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ന് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് കൊച്ചിയിലും കോഴിക്കോടായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളും ഇനി ക്ലാസ് റൂമിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ട് ആദിത്യ ബിർള സൺലൈഫാണ്. ആദിത്യ ബിർള സൺലൈഫിൻ്റെ പ്രൊമോട്ടേഴ്സ് ഓഫർ ഫോർ സെയിൽ വഴി 5% നിക്ഷേപം, അവരുടെ നിക്ഷേപം സെല്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ITC ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. ഏകദേശം $2 ബില്യൺ ഒരു നിക്ഷേപമാണ്. ITCയിലെ മേജർ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ, ഈ ഒരു കമ്പനി BAT എന്ന് പറയുന്ന ഒരു കമ്പനി സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ITC 2% ഫോള്. സ്പൈസ് ജെറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആളുകൾ സ്പൈസ് ജെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസുണ്ട്. ആസാദ് എൻജിനീയറിംഗ് കമ്പനി, ഇവർ ബേക്കർ ഹ്യൂജ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായിട്ട് ഒരു ലോങ് ടൈം ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. RVNL കമ്പനി 200 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് രാജസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഡ്രീം ഫോക്ക് സർവീസ് കമ്പനി, ഇവർ ഹെൽത്ത് ചെക്കപ്പ് സർവീസ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഗെയിൻ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ആക്ച്വലി ഡ്രീം ഫോക്ക് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. IPOയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് പോപ്പുലർ എന്ന് പറയുന്ന ഒരു കാറ് സർവീസുകളും അല്ലെങ്കിൽ റീസെയിൽസ് എല്ലാം തന്നെ ചെയ്യുന്ന പോപ്പുലർ വെഹിക്കിൾ എന്ന് പറഞ്ഞ കമ്പനി, മാരുതിയുടെ എല്ലാം തന്നെ പ്രധാനമായിട്ടും മാരുതിയുടെ കാറുകളാണ് ഇവർ പ്രധാനമായിട്ടും സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. ഇവർ IPOയിലേക്ക് വരികയാണ്. 600 കോടി രൂപയുടെ ലിസ്റ്റിങ് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ന്യൂസാണുള്ളത്. ടാറ്റ പവർ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സോളാർ ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ഇവർ 30% അസറ്റ് ഗ്രോത്താണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. KNR കൺസ്ട്രക്ഷൻ കമ്പനി 1100 കോടി രൂപയുടെ ഓർഡർ തെലങ്കാനയിൽ നിന്ന് ലഭിച്ചു. സൊമാറ്റോൻ്റെ സംബന്ധിച്ചൊരു ന്യൂസ് ഉള്ളത്, HSBC എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് സ്ഥാപനം സൊമാറ്റോനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
ജെറ്റ് എയർവേസ് ഇന്ന് 5% അപ്പർ സർക്യൂട്ട് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ജെറ്റ് എയർവേസിൻ്റെ ഓണർഷിപ്പ് ജലൻ കൺസോർട്ടിയത്തിന് കൈമാറാനായിട്ടുള്ള തീരുമാനം ഈ ഒരു ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം കൊടുത്തിട്ടുണ്ട്. മഹേന്ദ്ര ലൈസ്പേസ് കമ്പനി ബാംഗ്ലൂരിൽ അവർ 9 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് ലക്ഷറി പ്രൊജക്റ്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫനാസ കൺസ്യൂമർ കമ്പനി മാമ എർത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ് 25,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മോയ്സ്ചറൈസിങ് ക്രീമും സോപ്പും ലോഷനും എല്ലാം തന്നെ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷൻ മാമ എർത്ത് ഫനാസ കൺസ്യൂമർ ലക്ഷ്യമിടുന്നുണ്ട്. അദാനി പോർട്ട്, അതുപോലെ തന്നെ അദാനി പോർട്ടിനെ ഇന്ന് ബ്രോക്കറിംഗ് സ്ഥാപനം ആയിട്ടുള്ള മോത്തിലാൽ ഒസ്വാൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 11 മാസത്തിനിടയിൽ ഇവർ ഏകദേശം 382 മില്യൺ മെട്രിക് ടണ്ണാണ് കാർഗോ വോളിയം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഉള്ളിൽ തന്നെ 400 മില്യൺ മെട്രിക് ടണ്ണിലേക്ക് ഇവരുടെ കാർഗോ വോളിയം ഉയർന്നേക്കാമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനം പറയുന്നത്. പേടിഎം ഇടിവിലായിരുന്നു ഉണ്ടായിരുന്നത്. RBI നിശ്ചയിച്ചിട്ടുള്ള ഇവരുടെ ഡെഡ് ലൈൻ മാർച്ച് 15 ആണുള്ളത്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കില്ല എന്നുള്ള ന്യൂസാണ്. ഇവരുടെ പേയ്മെൻറ്റ് ബാങ്ക് ഓപ്പണിംഗ് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ഡേറ്റാണ് മാർച്ച് 15. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കില്ല എന്നുള്ള ന്യൂസ് കാരണമാണ് പേടിഎം ഇടിഞ്ഞിട്ടുള്ളത്. ലാൻഡ്മാർക്ക് കാറ്, ലക്ഷറി കാറുകളുടെ എല്ലാം തന്നെ വിപണനം നടത്തുന്ന കമ്പനി. അപ്പോൾ അവർ ബെൻസായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് ബോംബെയിൽ പുതിയ കൊളാബറേഷൻ ബെൻസായിട്ട് നടത്താൻ ലാൻഡ്മാർക്ക് കാറ് ധാരണയായി. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം, അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. അതിനു മുമ്പ് ഗ്ലോബൽ ന്യൂസുകളുള്ളത് ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 5:30 വരും. ആക്ച്വലി ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 5:05 ഡേറ്റയ്ക്ക് മുമ്പാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ ഉണ്ട് അതുകൊണ്ട്. കൂടാതെ തന്നെ US ഇൻഫ്ലേഷൻ ഇന്ന് 6 മണിക്ക് വരും. ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 2 ഇയർ ലോ ആണ് ഉണ്ടായിരുന്നത്. ബിറ്റ്കോയിൻ 70,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ബാങ്ക് ഓഫ് അമേരിക്ക S&P 500 റേറ്റിംഗ് എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ ഇന്ത്യ വിക്സ് 2.5% ഫോൾ ഉണ്ടായി 13.6. MOX റഷ്യൻ മാർക്കറ്റ് റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 2 ഇയർ ലോ ആണുള്ളത്. ബിറ്റ്കോയിൻ 72,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റെഡ് ആയിരുന്നു, നെഗറ്റീവായിരുന്നു, ഫ്ലാറ്റ് ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ നോക്കാം, ഗോൾഡ് $2,176 പെർ ഔൺസ്, $6 ഇടിവ്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 77 പൈസ. ബ്രന്റ് ഓയിൽ $82.73 പെർ ബാരൽ. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. 47,300 സ്പോട്ട്, 48,000. മേജർ റെസിസ്റ്റൻസ് ഓൺ വലിയൊരു ബാർ കാണാം. 0.7 ആണ് PCR ഉള്ളത്. കോൾ ഷോർട്ട് ചെയ്ത ആളുകൾ കൂടുതൽ കാണാൻ സാധിക്കും. 47,000 ഫസ്റ്റ് സപ്പോർട്ട്, 46,000 സെക്കൻഡ് സപ്പോർട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിലകൊള്ളുന്നത്. എനിവേ, വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായി പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.